ഈശോയുടെ കുട്ടിക്കാലം സംസാരിക്കുന്ന ദ യങ് മെസ്സിയ എന്ന സിനിമയിൽ റബ്ബിമാർ ഈശോയെ പരീക്ഷിക്കുന്ന ഒരു സീനുണ്ട്. അതിലൊരു സീനിയർ റബ്ബി ഒരുപാട് ചോദ്യങ്ങൾ ഈശോയോട് ചോദിക്കുന്നു. ഈശോ അതിനൊക്കെ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്ന ഒരു അത്ഭുതപ്പെട്ടു പോകുന്നുണ്ട്. ഏറ്റവും അവസാനമായിട്ട് റബ്ബി ചോദിക്കുന്ന ചോദ്യം, എന്തുകൊണ്ടാണ് ദൈവം ദാവീദുമായിട്ടുള്ള ഉടമ്പടി ലംഘിച്ചത്? ഈശോ പറഞ്ഞു, ദാവീദുമായിട്ട് ദൈവം ഒരിക്കലും ഉടമ്പടി ലംഘിച്ചിട്ടില്ല, ദാവീദിൻ്റെ സിംഹാസനം ഇപ്പോഴും ഉണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ രാജാവ് എവിടെ? റബ്ബി ചോദിക്കും. രാജാവ് വരും, അവൻ്റെ ഭവനം എന്നേക്കും നിലനിൽക്കും. ഇത് കേൾക്കുമ്പോൾ റബ്ബി അവനെ കളിയാക്കിയിട്ട് ചോദിക്കുന്നുണ്ട്, ആ ഭവനം പണിയാൻ മരപ്പണിക്കാർ വരുക? അപ്പോൾ ഈശോ അപ്പൻ്റെ കൂടെയാണ്, ജോസഫിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പൻ മരപ്പണിക്കാരനാണല്ലോ. അപ്പോൾ നിൻ്റെ അപ്പം വന്ന് പണിയോന്നാണ് കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് റബ്ബി ചോദിക്കുന്നത്. അപ്പോൾ ഈശോ ബോൾഡായിട്ട് പറയും, മരപ്പണിക്കാരൻ വരും, ദൈവമാണ് മരപ്പണിക്കാരൻ. ദൈവം അങ്ങനെ മരപ്പണിക്കാരനാകുമെന്ന് ദേഷ്യപ്പെടുന്നുണ്ട് റബ്ബി. അപ്പോൾ ഈശോ വിശുദ്ധ ഗ്രന്ഥം വായിച്ചിട്ടില്ലേ? നോഹയോട് പെട്ടകം പണിയാൻ ദൈവം പറയുന്നില്ലേ? അപ്പോൾ ഏതു മരമാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് പറയുന്നില്ലേ? എവിടെയാണ് കുറ്റിയടിക്കേണ്ടതെന്ന് പറയുന്നില്ലേ? എസെക്കിയേൽ പ്രവാചകന് ദർശനം കൊടുക്കുമ്പോൾ, ദേവാലയത്തെക്കുറിച്ച് ദർശനം കൊടുക്കുമ്പോൾ ഓൾട്ടറിൻ്റെ, ഗേറ്റിൻ്റെ, ഗാലറിയുടെയൊക്കെ ഡൈമെൻഷൻസ് കൃത്യമായിട്ട് ദൈവം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പേർഷ്യൻ രാജാവ് സൈറസ് നമ്മുടെ ജനത്തെ വിശുദ്ധ നാട്ടിലേക്ക് പറഞ്ഞു വിടുമ്പോൾ കൂടെ മരപ്പണിക്കാരെ പറഞ്ഞു വിടുന്നുണ്ട് പുതിയ ദേവാലയം പണിയാൻ. അപ്പോൾ ദൈവം മരപ്പണിക്കാരനല്ലേ? ഇന്നത്തെ ഗോസ്പലിൽ ഈശോയെ കളിയാക്കിക്കൊണ്ട് നാട്ടുകാർ പറയുന്നത് ഇവൻ തച്ചൻ്റെ മകനല്ലേ? അപ്പോൾ ആ കാലഘട്ടത്തിലും ജോലിയുടെ പേരിൽ ആൾക്കാരെ തരംതിരിച്ചിരുന്നു, താഴ്ത്തിക്കിട്ടിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. ഇന്ന് മെയ് 1 നമ്മൾ തൊഴിലാളി ദിനം ആചരിക്കുമ്പോൾ ഓരോ തൊഴിലിനും മഹത്വം ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക. ഓരോ തൊഴിലിനും വിലയുണ്ട് നമ്മൾ തിരിച്ചറിയുക. വിശുദ്ധ ജോൺ പോൾ II പാപ്പ പറയുന്നു, മനുഷ്യരൊക്കെ ജോലിയെടുക്കുന്ന ദൈവത്തെ അനുകരിക്കണം. മെൻ ought to imitate God in working.